എറണാകുളം ജില്ലയിൽ കൊച്ചി കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൗണാണ് ആലുവ. അപ്പോൾ ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നത് ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഈ കാണുന്നത് ആലുവ മണപ്പുറമാണ്. ഇതിൻ്റെ നേരെ കാണുന്ന ഒരു പാലം കണ്ടോ, അതാണ് നടപ്പാലം. അതായത് നമ്മുടെ ടൗണിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റുന്നൊരു പാലമാണ്. വാഹനങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ കാണുന്നതാണ് പെരിയാർ നദി. അപ്പോൾ പെരിയാർ നദിയിൽ നിന്ന് സ്വയംഭൂവായിട്ട് വന്നതാണ് ശിവലിംഗം എന്നാണ് ഇവിടെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. 108 ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെയാണ് ആലുവ മഹാദേവ ക്ഷേത്രം. അപ്പോൾ പെരിയാറിൻ്റെ കുറുകയാണ് കേട്ടോ നമ്മുടെ ഈ നടപ്പാലം കാണുന്നത്. അപ്പോൾ നടപ്പാലം കടന്നു കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അദ്വൈതാശ്രമമുണ്ട്, കുന്നേൽപ്പള്ളിയുണ്ട്, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഉണ്ട്. പിന്നെ അത് ഈ പാലത്തിൻ്റെ തൊട്ട് അക്കരയിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൻ്റെ തൊട്ടരികത്താണ് നമ്മുടെ ദിലീപേട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ ക്ഷേത്രം വെള്ളത്തിലാവുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ശിവക്ഷേത്രം കടന്ന് നമ്മൾ പിന്നെ നേരെ മാർത്താണ്ഡവർമ്മ പാലം വഴി ടൗണിലേക്ക് പോവുകയാണ്. ഇത് പുതിയ പാലമാണ്. അത് അപ്പുറത്തുള്ളതാണ് 1940 മാർത്താണ്ഡവർമ്മ പണികഴിച്ച പാലമാണ് അപ്പുറത്തുള്ളത്. ഇത് പുതിയതായിട്ട് വന്ന പാലമാണ്. ഈ രണ്ട് പാലവും ഏകദേശം ഒരേ ഷേപ്പിൽ പണിതേക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ആ പാലത്തിൻ്റെ ഇക്കരയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട നടപ്പാലത്തിൻ്റെ ഇക്കരയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി കയറ്റാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാർത്താണ്ഡവർമ്മ പാലം വഴി കടന്നാണ് ഇപ്പുറം വന്നേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഗസ്റ്റ് ഹൗസിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. അപ്പോൾ ഈ നടപ്പാലത്തിലേക്ക് നടന്നു വന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു നമുക്ക് ഇപ്പുറത്തേക്ക് എത്താനായിട്ട്. ഈ കാണുന്ന ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഈ ഫ്ലാറ്റിൻ്റെ പുറകിലാണ് ദിലീപേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ ആ വഴിയിൽ വണ്ടിയിട്ട് ഇതാണ് പുള്ളിയുടെ ഗേറ്റ് കേട്ടോ, ദിലീപേട്ടൻ്റെ ഗേറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിങ്ങനെ നടന്നു വന്നിട്ട് ഇടത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് കേട്ടോ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ്. മാർത്താണ്ഡവർമ്മ പാലം വഴി വരുമ്പോൾ അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ബാങ്ക് കവലയുടെ അവിടെ നിന്ന് നേരെ വരുമ്പോഴാണ് നമ്മൾ നടപ്പാലത്തിൻ്റെ ആ വഴി കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസ് കാണുന്നത്. ഞങ്ങളിപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ അകത്തേക്കുള്ള വഴിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നുള്ളൂ. കാരണം ഈ സമയത്തൊന്നും നമുക്കവിടെ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഉള്ളതാണ് ഒരു നമ്മുടെ കുന്നേൽപ്പള്ളി ഉണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസിൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അദ്വൈതാശ്രമമുണ്ട്. അദ്വൈതാശ്രമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്വൈതാശ്രമമാണ് കാണുന്നത്. അതിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുന്നേൽപ്പള്ളി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുന്നേൽപ്പള്ളിയാണ് അടുത്തതായിട്ട് കാണുന്നത്. ഇതാണ് കുന്നേൽപ്പള്ളി. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കയറ്റം പോലെ ഉണ്ടോ, ഇവിടെ നമ്മൾ ചെറിയൊരു കയറ്റം പോലെയാണ്. ഇവിടെ നിന്ന് ചെറിയൊരു കയറ്റമാണ്. അപ്പോൾ ഈ കുന്നേൽപ്പള്ളി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, വുമൻസ് കോളേജാണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്നത് റെയിൽവേ ക്രോസാണ്. അപ്പോൾ ഓവർബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കഴിഞ്ഞ് കുറച്ചുകൂടി അവിടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഓവർബ്രിഡ്ജ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് ആലുവ റൗണ്ട് ചെയ്ത് വരുന്നുള്ളൂ കേട്ടോ. ഇതൊരു ടൗൺ ഹാളാണ് ഈ കാണുന്നത്, ഈ ഗാന്ധി പ്രതിമയുടെ അടുത്ത് കാണുന്ന ടൗൺ ഹാളാണ്. അത് കഴിഞ്ഞ് നമ്മൾ പമ്പ് കോല കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇവിടെയും അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, പുതിയ ആളൊക്കെ കുറവാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡൊക്കെ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. KSRTC സ്റ്റാൻഡാണ്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് നല്ല ബേക്കറികളും ഒക്കെ ഉണ്ട്, ബേക്കറികളും ഇതിനടുത്ത് തന്നെ ഹോട്ടലുണ്ട്. ഇതിനടുത്തായിട്ട് കുറച്ച് നീങ്ങിയിട്ട് തിയേറ്റർ ഉണ്ട്, മാധുര്യ അങ്ങനെ തിയേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. അവിടെ നമ്മളിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തിരിഞ്ഞ് വരുമ്പോൾ ഇടത്ത് വശത്തായിട്ട് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ എന്തോ പണി കിടക്കുന്നതാണ്, അപ്പോൾ എന്തോ പൊളിച്ചിട്ടേക്കണ പോലെ കിടക്കുന്നതാണ്. അവിടെ ഇങ്ങനെ ആകെ പൊളിച്ചിട്ട് കിടപ്പുണ്ട്. അവിടെ കുറച്ച് ബസ്സുകൾ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോന്ന്
നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇടത്ത് വശമായിട്ട് ജില്ലാ ആശുപത്രി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലഡ് ബാങ്ക് ഉണ്ട് കേട്ടോ. ആലുവയിലാണ് ബ്ലഡ് ബാങ്ക് ഉള്ളത്. ഇവിടെ അപ്പോൾ നമ്മൾ പറവൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയിൽ വരേണ്ടി വരും ബ്ലഡ് ബാങ്കിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്ന് കുറച്ചുകൂടി വന്ന് അവിടെ നിന്ന് ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി കയറി വരുമ്പോഴാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നല്ല അടിപൊളിയായിട്ടൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. സൂപ്പർ ബസ് സ്റ്റാൻഡാണ്. ചെല്ലുമ്പോൾ അധികം വണ്ടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടി ബസ് സ്റ്റാൻഡ് വരെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ കറക്കിയെടുത്തു നമ്മൾ ബസ് സ്റ്റാൻഡൊന്നും നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കോവിഡിൻ്റെ ടൈം കാരണം അധികം വണ്ടികളൊന്നുമില്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നമ്മൾ ഇടത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് കോലയിൽ ചെന്നിട്ട് മെട്രോ റെയിലിൻ്റെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ ഹൈവേനോട് പാരലായിട്ടുള്ള റോഡാണ്. ഇതിപ്പോൾ നമ്മൾ ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മുടെ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറക്കാണ് മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ടൗണിൽ കൂടി കറങ്ങി പോകുന്നത് ഇവിടെ നിന്നാണ് മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്ന് ഈ മെട്രോൻ്റെ അടിയിൽ കൂടി തന്നെ പോയി ഹൈവേയുടെ ഓവർബ്രിഡ്ജ് പോലെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടി യൂട്ടേൺ എടുത്തിട്ട് നമ്മൾ തിരിച്ച് മാർത്താണ്ഡവർമ്മ പാലത്തിലേക്ക് പോകാൻ പോവാണ്. അത് മാർത്താണ്ഡവർമ്മ പാലം എന്ന് വെച്ചാൽ പഴയ മാർത്താണ്ഡവർമ്മ പാലം തന്നെ. ഇപ്പോൾ പുതിയതായിട്ട് പണിതല്ല, പഴയ പാലത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത് 1940 മാർത്താണ്ഡവർമ്മ രാജാവ് പണി കഴിപ്പിച്ച പാലമാണ് കേട്ടോ. എത്ര കൊല്ലം പഴക്കമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന പാലമാണ്. അതേ ഡിസൈനിൽ തന്നെയാണ് പുതിയതായിട്ട് പണിതേക്കണത്. ഇപ്പോൾ നമ്മൾ മെട്രോൻ്റെയും മറ്റേ ഹൈവേയിലെ പാലത്തിൻ്റെയും കൂടി അടിയിൽ കൂടി കണ്ടാ ഇങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ തിരിഞ്ഞ് യൂട്ടേൺ എടുത്ത് റൈറ്റ് തിരിഞ്ഞ് നേരെ കയറിയാലേ നമുക്ക് ഇനി ഹൈവേയിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈവേയിലേക്ക് കയറിയിട്ട് നേരെ നമ്മൾ ചെന്ന് കയറുന്നത് മാർത്താണ്ഡവർമ്മ പാലത്തിനടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ആ പാലം കയറിയിട്ട് നമുക്ക് തോട്ടക്കാട്ടുകര ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രേമം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് കടുങ്ങല്ലൂർക്ക് പോകുന്ന വഴിയാണ്. തോട്ടക്കാട്ടുകര ജംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കടുങ്ങല്ലൂർക്ക് പോകാം. റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്കുള്ള വഴിയാകും, മണപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് ഈ തോട്ടക്കാട്ടുകരയിൽ നിന്ന് അവിടെ ഒരു സിഗ്നലൊക്കെ ഉണ്ട്. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇതേ നമ്മളിതിപ്പോൾ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം എപ്പോഴാണ് നമ്മൾ ഏത് വർഷമാണ് പാലം പണിത് എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കട്ടെ കേട്ടോ, ഏത് വർഷത്താണ് പണിതേക്കുന്നത് നോക്കട്ടെ. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ 1940 മാർത്താണ്ഡവർമ്മ രാജാവ് പണി കഴിപ്പിച്ച പാലമാണെന്ന് എഴുതിയിട്ടുണ്ട്. ജൂൺ 14 1940 ഇത് പാലം തുറന്നു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. പെരിയാറിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പാലം. ഈ പെരിയാറിലെ വെള്ളമാണ് എറണാകുളം ജില്ലയിലൊക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം. അടിപൊളി വെള്ളമാണ്. ഈ ഹൈവേ നേരെ പോകുന്നത് അങ്കമാലി, തൃശ്ശൂർ, പാലക്കാട് ആ റൂട്ടാണ് കേട്ടത്. അങ്ങനെയാണ് നേരെ പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുങ്ങല്ലൂർക്ക് പോകുന്ന റോഡാണ്. റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവ ശിവക്ഷേത്രത്തിലേക്കുള്ള റോഡ്. അത് കഴിഞ്ഞ് പിന്നീടൊരു ജംഗ്ഷൻ വരും, അതാണ് പറവൂർക്കാവില എന്ന് പറയുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറവൂർക്കും പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ കടുങ്ങല്ലൂർക്കൊന്ന് പോകുന്ന വഴിക്കെത്തി. ഇപ്പോൾ ഇവിടെയാണ് ഇറിഗേഷൻ കനാൽ. ഈ കനാലിൻ്റെ മുകളിലാണ് നമ്മുടെ പ്രേമം സിനിമ, നിവിൻ പോളി അഭിനയിച്ച പ്രേമം സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. ഇതിലാണ് ആ സൈക്കിള് കയറ്റിയിട്ട് വന്നിട്ട് നേരെ മുകളിലേക്ക് കയറിപ്പോയി. ആ ഒരു സീനൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അറിയാൻ പറ്റും. ഇപ്പം നേരെ മുകളിലെത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവം പിടികിട്ടും കേട്ടോ. പ്രേമം സിനിമയുടെ ലൊക്കേഷനാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് ഇങ്ങനെ കയറി ഇടത്തേക്കും വലത്തേക്കും അങ്ങോട്ട് ഇങ്ങോട്ട് റോഡാണ്. തൊട്ട് താഴേക്ക് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിന്നല്ല ഷൂട്ട് ചെയ്തേക്കണം. നേരെ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പുഴയുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വീടുകളൊന്നും ഇല്ലതേ. ചക്കയൊക്കെ റെഡിയായി കിടപ്പുണ്ട്. ചക്കയൊക്കെ കയ്യെത്തിച്ച പൊട്ടിക്കാവുന്ന അടുത്താണ് ചക്കകളൊക്കെ കിടക്കണം. ഇതിൻ്റെ താഴെയാണ് ഞാൻ പറഞ്ഞ കടുങ്ങല്ലൂർക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. കടുങ്ങല്ലൂർക്ക് പോകുന്ന റോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ട് അറ്റത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ വീടൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. അവിടെയാണ് പ്രേമം സിനിമ ഷൂട്ട് ചെയ്തതൊക്കെ. നമ്മൾ അവിടം വരെ പോയി. ഇപ്പോൾ
ഈ വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.